അങ്ങനെ പള്ളിക്കര ബീച്ചിൽ നിന്ന് നേരെ നീലേശ്വരം പോവുകയാണ്. നീലേശ്വരം ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇതാണ് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയ ശ്രീ ക്ഷേത്രപാലകനീശ്വരം മടിയൻകൂലം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ അമ്പലമാണ്. നമ്മൾ കാഞ്ഞങ്ങാട് കഴിഞ്ഞു. നീലേശ്വരം കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ വീട്. ചെറുപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ വീട്. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി, കിച്ചു, പാച്ചു, പാറു, അതായത് ചേച്ചിയുടെ മക്കളാണ്. 3 മക്കളും ചേച്ചിയാണ് വീട്ടിലുള്ളത്. പിന്നെ എൻ്റെ അമ്മയും കൂടി ഇന്ന് അവിടെ പോയിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നേരെ ചെന്ന് പാറു വായിക്കുന്നിടത്തേക്ക് പോയി. പാറുവിന് ആദ്യം മനസ്സിലായില്ല വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ ചെറിയ ചമ്മലെല്ലായിപ്പോയി. അയ്യോ. അങ്ങനെ നേരെ ഞാൻ പാച്ചു പഠിക്കുന്നിടത്തേക്ക് പോയി. പാച്ചു എന്ത് സംഭവം എന്നെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ ഒന്നുമില്ല, ചെറിയ വീട്. അങ്ങനെ നേരെ ആമി പോയി പാറുവിൻ്റെ അടുത്ത് പോയി. പാറു ആമീൻ്റെ അടുത്ത് അത് പോന്നാണ് കേട്ടോ കിച്ചു. അവനങ്ങനെ വീടിൻ്റെ മുമ്പിലൊന്നും അങ്ങനെ നിൽക്കാറില്ല. അതുകൊണ്ടാണ് അവൻ ആദ്യം കാണായിരുന്നു. ആമിയും പാറു ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ആമി പാറുവിൻ്റെ കളിക്കുന്നിടത്തിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ പാറുവിന് നാളെ കണക്ക് പരീക്ഷ എന്നാണ് പറഞ്ഞത്. കണക്കിലൊരു ഡൗട്ടില്ലാണ്ട് മാമ ഇതൊന്ന് പറഞ്ഞു തരാം, ത്രികോണത്തെക്കുറിച്ചിട്ടാണ് ചോദ്യങ്ങൾ. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലായി പോയി. ടച്ച് വിട്ടിട്ട് 10-15 കൊല്ലമായി അതെല്ലാം പഠിത്തം കഴിഞ്ഞിട്ട്. എന്നാലും ഒരു ഓർമ്മയിൽ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആമിമോള് കളിക്കുന്നിടത്തേക്ക് അമ്മയിരുന്നു ഒക്കെ കളിക്കാൻ വേണ്ടി. അവരിങ്ങനെ രണ്ടാളും ഒരു പെണ്ണെടുത്തിട്ട് കളിക്കുകയാണ്. ഇത് പാറുവിൻ്റെ പൗച്ചാണ് കേട്ടോ. അവിടെ പോയ ആമി പൗച്ചെടുത്തിട്ട് ഇങ്ങനെ കളിക്കും. പെണ്ണോട് ഇങ്ങനെ എഴുതി കളിക്കും. പാറു യോ എന്നെല്ലാം ആക്കുന്നുണ്ട്. അപ്പം ഞാൻ മെല്ലെ അങ്ങോട്ട് പോകും. പാച്ച് എന്തോ കാര്യമായിട്ട് പഠിക്കുകയാണ്, ഫോൺ നോക്കി പഠിക്കുകയാണെന്നാണ്. പരീക്ഷയാണ്. ചെക്കനൊരു ചുള്ളനാണല്ലേ, കാണാൻ നല്ല രസമുണ്ട് നമ്മൾ ചെക്കന. അപ്പോൾ പാറും ഏച്ചിയും ജിജിയും എല്ലാവരും അമ്മയും ആമയും കളിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ കുളയിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിരിക്കുന്നു. മൂത്തക്കും പാച്ചുവിനും പാറുവിനും കിച്ചനോടെല്ലാം പോകുന്നെന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ റെഡി എടുക്കുന്നത്. പാറുവിനൊരു ചക്കര ഉമ്മ കൊടുത്തു. പാറു അങ്ങോട്ടും ഉമ്മ എടുത്തു. ടാറ്റയിലാക്കി നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അമ്മ ഒന്നും വരില്ല കേട്ടോ. അമ്മ 2 ദിവസം ചേച്ചിയുടെ നിൽക്കാൻ പോയതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞ് ഞാൻ കളിയാക്കി. അപ്പം അതേപോലെ പാറു അനുകരിക്കുന്നുണ്ട്. പാച്ചു എന്തോ പഠിത്തത്തിൻ്റെ തിരക്കിലാണ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞതിന് നേരെ കുളവലിലെ വീട്ടിലേക്കാണ്. പാറു ടാറ്റാക്കുന്നുണ്ട്. ബാക്കി വീഡിയോ അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കേ, ബൈ ബൈ.